ഹായ്. അപ്പോൾ നമ്മൾ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഇപ്പോൾ സമയം 5:10 നമ്മളൊന്ന് പുറത്തേക്കൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ വൈകുന്നേരത്തെ പ്രോഗ്രാമൊക്കെ ഒന്ന് ബുക്ക് ചെയ്യണം. ഒരു ഓപ്പണായിട്ട് നമുക്കൊന്ന് കറങ്ങാനായിട്ട് പോകാം. പിന്നെ നാളത്തെ പരിപാടികളൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ പോകാം. പിന്നെ നമുക്ക് പറ്റിയ സ്ട്രീറ്റ് ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇതാ ഇവിടുന്ന് ഞങ്ങളുടെ ഹോട്ടൽ റൂം 6ാം നിലയിലാണ് കേട്ടോ, 6ാമത്തെ ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂസ് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, താഴെ വണ്ടികളൊക്കെ പോകണുണ്ടോ? ഇതാണ്ടോ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. ബൈക്ക് ടാക്സികൾ അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുന്ന് ഉള്ള ദൃശ്യങ്ങൾ ഉണ്ടാവും. ഒരു കൂറ്റൊക്കെ ഇട്ടതേ ഉയർന്ന് പണി തീർന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ടാവും, അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലോറിലേക്ക് കയറിയിട്ട് പോകാം. നമ്മൾ ലിഫ്റ്റിലേക്ക് കയറാൻ പോയാണ് കേട്ടോ. എവിടെ കയറി? ലിഫ്റ്റ് കയറി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിന് ടോയ്സ് ഒക്കെ വാങ്ങിക്കാനുണ്ട്, അടുത്ത ദിവസം ഒക്കെ വാങ്ങിക്കണ്ട. യെസ്, കാഡ്ബറിയുടെ ഒരു ചോക്ലേറ്റ് ആണ് ഇസുവിന്റെ കയ്യിലിരിക്കുന്നത്. ആയിട്ടില്ല. കണ്ട് ഞങ്ങളങ്ങനെ ഒന്ന് ഈവനിങ്ങിൽ നിന്ന് ഇറങ്ങിയൊക്കെയാണ്. നമ്മുടെ ഒരു ഓപ്പൺ ബസ്സിലുള്ള ഒരു റൈഡ് ഇവിടെ സിറ്റിയിലൊന്ന് കറങ്ങാനുള്ള റൈഡുണ്ട്. അപ്പോൾ അതൊന്ന് ബുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇറങ്ങിയിട്ടുണ്ടോ. നല്ല തിരക്കാണ്, രാവിലെ കണ്ട പോലെ തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ നൈറ്റ് വൈബൊന്നും നമുക്ക് കാണാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ സമയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നൈറ്റ് ഇപ്പം നമുക്ക് ചൂടില്ല, അപ്പോൾ സുഖമായിട്ട് നമുക്ക് ഇറങ്ങി നടക്കാം. നല്ല കാറ്റുണ്ട്, ഉച്ചയ്ക്ക് നല്ല ചൂടാണല്ലോ. ഇപ്പം എന്തായാലും നോക്കാം. എന്താ ഇവിടെ ടാക്സി എടുക്കുന്നുണ്ടോ? ഇതാണ് ജംഗ്ഷൻ. ബാക്കിലൊന്നുമില്ല, കാണുന്നോ? ഇല്ലെന്ന് മോനെ പിടിച്ച്. ഇതാ നഗരത്തിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ, നല്ല മനോഹരമായിട്ട് നിൽക്കുന്നുണ്ടോ. ഇതാണ് ബുക്ക് സ്റ്റോറൊക്കെ ഉള്ളത്. ഇതാ ബുക്ക് സ്ട്രീറ്റ് ഇതാണോ? ഇതല്ലേ. ഇനി എങ്ങനെ നമ്മൾ നടക്കുക? കഫേ അത് കണ്ട കഫേ കോഫി ഷോപ്പ് ഉണ്ട്, വലിയ സ്മെല്ലൊക്കെ വന്നു. ഇത് കണ്ട കൂറ്റം കെട്ടിടം കണ്ടോ, നല്ല രസമുണ്ടല്ലേ, അടിപൊളി. വൈകുന്നേരം സ്ട്രീറ്റിലൊക്കെ പതുക്കെ പാട്ടും ബഹളമൊക്കെ ആയി തുടങ്ങി കേട്ടോ, ഒരു ചലനമായി തുടങ്ങി. നമ്മൾ ഇവിടുത്തെ ബിസി സ്ട്രീറ്റിലേക്കൊന്നും പോയിട്ടില്ല. ഇവിടെ ഒരു ദുബായ് ഷോപ്പുണ്ടല്ലോ. ദുബായ് എന്ത് ഷോപ്പാണെന്നറിയില്ല. എഗ് ബിയ എഗ് കോഫി. ഇവിടെ കംപ്ലീറ്റ് കോഫി ഷോപ്പാണ് കേട്ടോ കൂടുതലും. മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നമാകും. ഓപ്പൺ ബസ്സിൽ നമ്മൾ യാത്ര ഡോർ വിളിച്ച് നമ്മൾ 7-Eleven ഷോപ്പിൽ കയറിയിരിക്കണം കേട്ടോ. ദിവസമൊക്കെ നമുക്ക് 7-Eleven ഷോപ്പ് അവൈലബിൾ ആണല്ലോ. നമുക്ക് A to Z സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അത്യാവശ്യം മിതമായ റേറ്റിന് കിട്ടുകയും ചെയ്യും. ഇവിടെ A to Z ഐറ്റംസ് ഉണ്ട്, ലിക്കർ വരെ ഇവിടെ ഉണ്ടാവും. നമുക്കെന്താ പറ്റി കഴിക്കാൻ പറ്റിയ സാധനം തന്നെ നോട്ടെ. എന്താ വാങ്ങിച്ചോ? പേരക്കല്ലേ, അത് എഴുതിയിട്ടില്ല. എന്താന്ന് ചക്ക നമുക്ക് നോക്കിയെടുത്തത് എനിക്ക് വായിക്കാനുള്ളതല്ല. ഇതവിടെ ചെറിയ ലിക്വർ ബോട്ടിൽ കാണിച്ചു തരാം കേട്ടോ. ചെറിയ ബോട്ടിൽ കണ്ടോ, ഇതുണ്ടോ. ശിവാശ്രീകളുടെയൊക്കെ ഒരു പെറ്റ് ബോട്ടിൽ ഉണ്ട് കേട്ടോ ഇവിടെ. ശിവാശ്രീകൾ, ജോണി വാക്കർ,
ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ ജോണി വാക്കറിനൊക്കെ വില വരുന്നത് എത്രയാണ്? 9,52,000 ആണ് വില വരുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ 4,52,000 രൂപയുടെ പർച്ചേസ് നടത്തിയിട്ട് ഇപ്പോൾ തിരിച്ചു പോകാൻ പോവുകയാണ്. പേരയ്ക്ക് മേടിക്കായിരുന്നു, നല്ലതായിരുന്നില്ലേ? ഫ്രൂട്ട്സുകൾ കഴിക്കേണ്ടത് അടിച്ചാൽ മുറിയോ? മുറിക്കാൻ പറ്റുമോ? The cross junction. Pass the roundabout. Okay. And do you see the exit there? Turn right. Turn right. First, please pass the first roundabout. Okay, thank you. Go straight. പിടിച്ചോ? കവർ എടുത്തില്ലേ? കവർ ബാഗിലൊക്കെ ആയിരുന്നു ഇത്. അപ്പോൾ ഞങ്ങളുടെ ആ സ്ട്രീറ്റിലൂടെ വീണ്ടും തിരക്കുകയാണ് കേട്ടോ. സ്ട്രീറ്റ് ഇപ്പോൾ ഇത്ര വലിയ തിരക്കൊന്നും ആയിട്ടില്ല. ഇപ്പോൾ അവിടെ കണ്ടോ, ആളുകളൊക്കെ പതുക്കെ നടന്ന് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പല സ്പായൊക്കെ കാണുന്നുണ്ട്, പക്ഷേ എന്തായാലും അത്രയും തിരക്കുകളൊന്നും കാണുന്നില്ല കേട്ടോ. നമ്മുടെ തായ്ലൻഡ് പോലെ തിരക്കൊന്നും കാണുന്നില്ല. അങ്ങനെ തിരക്കുള്ള ഏതോ സ്ട്രീറ്റ് കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മളങ്ങോട്ട് എത്തിയിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. ഇതാണ് ഒരു നൈറ്റ് വൈബ് ഹോച്ചിമിൻ സിറ്റിയുടെ. യഥാർത്ഥ വൈബിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. കണ്ടോ, ഈ സമയത്ത് നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരു ഈവനിങ് വാക്ക് നല്ല രസമാണ്. ഇതിൻ്റെ ആളിലൊക്കെ റിലാക്സ് ചെയ്തിരിക്കുന്നൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ. കണ്ടോ, എൻജോയ് ചെയ്തിരിക്കുന്ന ആളുകളെല്ലാവരും തന്നെ. വീക്കെൻഡ് ആയതുകൊണ്ട് കണ്ടോ, ഈ സ്ട്രീറ്റിന് നടുക്ക് ഒരുപാട് കലാപ്രകടനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ആളുകൾ ഇരിക്കുന്നുണ്ടാവും. എല്ലാവരും എൻജോയ് ചെയ്യുന്നൊരു സ്ട്രീറ്റാണ് കേട്ടോ. വണ്ടിയിൽ വരുന്നു കേട്ടോ. 0 മീറ്ററാണല്ലോ നിങ്ങൾക്ക് കാണിക്കുന്നത്, പക്ഷെ ആരെയും കാണുന്നില്ലെങ്കിൽ. യെസ്, ഇവിടെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ. എല്ലാവരും ഇവിടെ വന്നിരുന്ന് എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളും കുറച്ച് സമയം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. എടാ, അങ്ങനത്തൊരു ബിൽഡിങ് കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് ടോപ്പ് നല്ല രസമല്ല കേട്ടോ. ഇതാ ഇപ്പുറത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ലൈറ്റിങ് ഉണ്ടോ? അടിപൊളി. ഇവിടെ ലോട്ടറി കച്ചവടം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ലോട്ടറി ആണെന്ന് അറിയില്ല. അതുപോലെ ആ വണ്ടി കാണുന്നില്ല. ഇവിടെ ഒന്നും വണ്ടി കാണുന്നില്ല. എന്ത് ഇവിടെ ഇത്തരത്തിലുള്ള ബസ്സുകളുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു ഓപ്പൺ ബസ്സുണ്ട് ടൂറിനായിട്ട്. പക്ഷെ അതത്ര നമുക്കൊരു ഭംഗി തോന്നില്ല. മറ്റേ ബസ്സാകുമ്പോൾ അതിൻ്റെ ടോപ്പിൽ നിന്ന് പോകാൻ പറ്റും. ഡബിൾ ഡെക്കർ ടൈപ്പ് ബസ്സാണ്. ഇവിടെ ആളുകൾക്ക് എത്ര സന്തോഷവാന്മാരും സന്തോഷവതിയിലായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്ന നോക്കി. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ളൊരു അവസരമൊക്കെ വേണ്ടാണല്ലേ. വീക്കെൻഡിലൊക്കെ വന്നിട്ട് ആളുകളെല്ലാം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, പലതരം കളികളിൽ ഏർപ്പെടുന്നു, കുട്ടികളും മുതിർന്നവരൊക്കെ ആയിട്ട്. ഇത് സ്ട്രീറ്റിന് നടുക്കാണ് കേട്ടത്. വളരെ നന്നായിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒരാൾ പട്ടം പറപ്പിക്കുന്നുണ്ടോ? തലയിൽ ഹെയറൊക്കെ കണ്ടോ, ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ടോ? അവിടെ പട്ടം പറയും. അത് വിൽക്കുന്ന ഒരു ആളെ കണ്ടോ? അങ്ങനെയാണ് ഫൈനലി ആ വണ്ടികൾ കണ്ടെത്തി കേട്ടോ. ഈ സ്ട്രീറ്റ് നല്ല മനോഹരമാട്ടോ. അത് കണ്ടോ, എന്ത് രസമായിരുന്നു നോക്കി. രാത്രി വൈബ് ഉണ്ട്. റെക്സ് ഹോട്ടൽ, ഇതൊരു ഹോട്ടലാണ്. നല്ല മനോഹരമായിട്ടുണ്ട്. ഇതാ നമ്മുടെ വണ്ടി കണ്ടോ, ഹോച്ചിമിൻ സിറ്റിയുടെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ്. ഇതിലാണ് നമ്മൾ സിറ്റി ടൂർ ചെയ്യാൻ പോകുന്നത് കണ്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇതിൽ നമുക്ക് നൈറ്റ് വൈബൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നിൽക്ക് മോനെ, പൈസ തരട്ടെ. ഇവിടെ ഇദ്ദേഹമാണ് കണ്ടക്ടർ എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എടുക്കാം. 400 please.
400. Yeah, 150 for adult and 100 for children. പാരൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഒപ്പമായിട്ട്. കണ്ട എല്ലാവരും എൻജോയ് ചെയ്യരുത്. അത് കണ്ടോ ബസ് കണ്ടോ, നമ്മൾ ഈ ബസ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അടിപൊളി. ഇതിൽ സീറ്റ് ഉണ്ടോ? എന്ത് ബാ ഇതാ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തിട്ടോ. ഈ പറഞ്ഞ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിന് വേണ്ടി സിറ്റി റൈഡാണ്. ഇതിന് നമുക്ക് 2,90,000 രൂപ നമ്മൾ ചിലവഴിച്ചു കേട്ടോ സുഹൃത്തുക്കളെ. 4 ലക്ഷം രൂപയാണ് 30 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പല ബസ്സുണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ ബസ് നമ്മൾ നോക്കി ചാർജ് കുറവുള്ളതൊക്കെ നോക്കി കയറുക എന്നുള്ളതാണ്. അപ്പോൾ 10 മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ട്. ഈ റെഡ് കളർ ബസ് ക്യൂ ഉണ്ട് കേട്ടോ. ക്യൂ വലിക്കുക. പക്ഷേ എവരി 10 മിനിറ്റ്സിൽ വണ്ടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് കയറിപ്പോവാം. അപ്പോൾ ഇവിടെ 2,90,000 രൂപ വന്നു. അവിടെ 4 ലക്ഷം എന്ന് പറയുന്നത് ഇസുവിനും കൂടി സെപ്പറേറ്റ് സീറ്റ് അവർ പറയും. ഒരു പറഞ്ഞു കുട്ടിയല്ലേ മടിയിൽ ഇരുത്തിയാൽ മതി. അപ്പോൾ അത്രയും നമുക്ക് പൈസ കുറഞ്ഞു. പക്ഷെ അവിടെ ഇവിടെ കുറവാണ് ആക്ച്വലി. കാരണം എന്ന് വെച്ചാൽ അവിടെ 1,50,000 പറഞ്ഞത് ഒരാൾക്ക് അഡൽട്ടിന്. കുട്ടിക്ക് 1 ലക്ഷം രൂപ. ഇവിടെ 1,45,000 രൂപയാണ് അഡൽട്ടിനുള്ളത്. അങ്ങനെയാണ് 2,90,000 രൂപ. അപ്പോൾ നമ്മുടെ ബസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ ഒരു സ്ട്രീറ്റ് ഫുഡ് കണ്ടോ, കാണിച്ചു തരാം കേട്ടോ. ഒരു ചേച്ചി ഒരു അമ്മച്ചി ഒരു സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. ഇതിൻ്റെ എന്ത് സംഭവം എന്നറിയില്ല. കുറച്ച് അവിടെ അടുത്ത് നിന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ സ്ട്രീറ്റ് ഫുഡ് ആയിരുന്നു. നീക്ക് കേട്ടോ എന്തോ സംഭവം. ഈ അമ്മച്ചിയെ തീയിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കേട്ടോ അതേ കോരി ഒഴിച്ച് ഉണ്ടാക്കുന്നുണ്ട് മാവിൽ. കണ്ട ഈ ചപ്പാത്തി പോലെ സാധനം കേട്ടോ. അങ്ങനെ നിരവധി സംഭവങ്ങൾ കാണാൻ പറ്റും കേട്ടോ. രസമാണ്. വേണ്ട വാ. ദേ ഇതിൽ ഉപ്പിട്ട് വെക്കണതാണോ അവനെ? പേരൊക്കെ ഉപ്പിട്ടാണോ എന്ത്? അപ്പം നമ്മൾ ഇനി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ബസ് പോരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിലേക്ക് ഇത് കയറും കേട്ടോ. ഓ ഈസ് കയറിക്കോ. ഞാൻ ഈ സൈഡിൽ നിന്നല്ല, റൈറ്റ് സൈഡാ. അവിടെ നിന്നല്ല. വാ. ഓക്കെ വാ. ഇവിടെ ഇരുന്നോ. എന്നാ വാ യശോ വാ. ഇങ്ങോട്ട് വാ യശോ. അവര് മടിയിലിരിക്കുമെന്ന് പറഞ്ഞു. വാ. അങ്ങനെ ഞങ്ങളിതാ സിറ്റി ടൂർ പോകാൻ കേട്ടോ. വീഡിയോ കിട്ടേ. Thế cuối cùng mình ở đâu? Đang có con ngủ, con nhắn nó lai, cái chút xíu con mơ đó. Xin một ly cái cô đơn lại gặp cô đơn. Qua bến Nhà Rồng, tượng đài Trần Hưng Đạo. അപ്പോൾ നമ്മൾ പതുക്കെ ചലിച്ചു തുടങ്ങി കേട്ടോ. ടൈം സ്ക്വയറിൻ്റെ ബിൽഡിംഗ് ഉണ്ടോ?
അടിപൊളി കേട്ടോ. ദൃശ്യം നോക്കി. അടിപൊളി സെറ്റപ്പ് അല്ലേ? ഇതാണ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പ് ഉണ്ടോ? ഇതുപോലെ വ്യൂ നമുക്ക് എവിടെ കിട്ടും നോക്കി. ലിസ് പറഞ്ഞേ അടിപൊളിയെന്ന് പറഞ്ഞ്. രാത്രിയാണ് ഇതിൻ്റെ ആംബിയൻസ് എന്നുള്ളതാണ്. ഇതെങ്ങ് നിർത്തില്ല. ഈ ടൗണിൽ കുറച്ച് സറൗണ്ടിങ്സിൽ ഇത് കറങ്ങി പോരുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു വൈബ് വേറെയാണെന്നുള്ളതാണ് ഇത് ചെയ്യാനുള്ളത്. ഇതൊരു സൈഗോൺ റിവറാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്താ ഇത് ബ്യൂട്ടി നോക്കി. അടിപൊളി സെറ്റപ്പ്. അടിപൊളി. സൈഗോൺ റിവർ ആണെന്നോട്ടോ. എന്ത് മനോഹരം നോക്കി. നഗരത്തിൻ്റെ ഒരു ദൃശ്യം വരുന്നുണ്ടോ? അത് അടിപൊളി സെറ്റപ്പ് ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ നൈറ്റ് വൈബ് എന്ന് പറഞ്ഞത്. എന്ത് മനോഹരമാണെന്ന് നോക്കി. ഇത് കണ്ടോ? ഇവിടെ ചെറിയ ക്രൂയിസൊക്കെ ഉണ്ട്, ക്രൂയിസ് ഷിപ്പൊക്കെ ഉണ്ട്. അതിൽ പോകാനുള്ള സൗകര്യം ഉണ്ട്. നമ്മളത് എടുത്തിട്ടില്ല. ഇതുണ്ടോ ഈ സൈഗോൺ റിവറിലൂടെ കണ്ടോ നഗരത്തിൻ്റെ ഭംഗിയുണ്ടോ? വണ്ടികളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി. ബ്രിഡ്ജ് നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. അതായത് സെറ്റപ്പ് കണ്ടോ? അടിപൊളി. ഇതിന് താഴെ കൂടി കണ്ടോ ക്രൂസ് ഷിപ്പുകൾ പോകുന്നുണ്ടോ? ദൂരെ കാണുന്നുണ്ടോ?
നോക്ക് അപ്പോൾ നമ്മൾ സിറ്റി ടൂർ കഴിഞ്ഞതാ ഇറങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ കേട്ടാ. അടിപൊളി. നിൽക്ക് മോനെ കേട്ടോ, നിൽക്കട്ടാ. ഇത് കണ്ടോ, വൈകിട്ടാകുമ്പോൾ ഈ സ്ട്രീറ്റ് റോഡ് ക്ലോസ് ചെയ്യും, ബാരിയർ വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഇതിനകത്താണ് ഒരുപാട് ആളുകൾ നമുക്കിങ്ങനെ കളിക്കുകയും എല്ലാവരും എൻജോയ് ചെയ്യുന്നൊക്കെ സാഹചര്യങ്ങൾ അങ്ങേയറ്റത്ത് നമുക്ക് നേരത്തെ കണ്ടാണ്. ഒരുപാട് ഫാമിലീസൊക്കെ കൂടി കളിക്കുക കാര്യമൊക്കെ ചെയ്യുന്നത്. കണ്ടോ സ്ട്രീറ്റ് ഫുഡ് കണ്ടോ, ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകളുണ്ട് കണ്ടോ. എന്തൊക്കെ ഐറ്റം ഒന്നും അറിയില്ല കണ്ടാ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് കണ്ടാ. ഒരു കൊച്ചു വണ്ടിയാണെന്നുള്ളതാണ്. ഈ കൊച്ചു വണ്ടിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇത്രയും ഒരു ചെറിയ ടൂ വീലർ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടാ. നമ്മുടെ നാട്ടിലെ വെണ്ടയ്ക്കൊക്കെ ഉണ്ടോ, ബജ്ജിയൊക്കെ ചെയ്യുന്നുണ്ടോ കേട്ടോ. അതുപോലെ വേറെ ഫ്രൂട്ട്സിൻ്റെ വേറൊരു ചെറിയ സ്റ്റാളുകൾ കാണാം. ഇത് ഡ്രിങ്ക്സിന്റെ ഒരു ചെറിയ സ്റ്റാളാണ്. ആ ഞാൻ ശ്രദ്ധിച്ചില്ല, എടുക്കട്ടെ. ഇത് കണ്ടോ, ഇത് സ്റ്റാച്ചു ആണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് സ്റ്റാച്ചു അല്ല കേട്ടോ. കണ്ടോ ഇത് നോക്കിയാൽ എന്താ സ്റ്റാച്ചു അല്ല, ഒരു സ്റ്റാച്ചു പല നേരത്തിൽ നിന്നിരുന്നാണ് കേട്ടോ ഇവിടെ. കേട്ടോ അടിപൊളി സെറ്റപ്പ്. താങ്ക് യു. ഇതാ ഈ അമ്മച്ചി ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്, ഒരു ചെറിയ തീക്കല്ല് സെറ്റപ്പ് ഉണ്ട്. എന്ത് സംഭവം? പിസ്സ ഉണ്ടാക്കുന്ന ഈ അമ്മച്ചി. അതാ ഈ അമ്മച്ചി സെറ്റപ്പ് ഉണ്ട്. ചെറിയൊരു എന്താ പറയുക, ഒരു 2 അടി സ്ക്വയറിലാണ് ഈ അമ്മച്ചി സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളി പിസ്സ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ലൈവായിട്ട് പിസ്സ ഉണ്ടാക്കുക. നമ്മുടെ നാട്ടിലെ കാടമുട്ടയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മുടെ നാട്ടിലേക്കാളും വലിപ്പമുണ്ട് മുട്ടയ്ക്ക് കേട്ടോ. ഇതെന്താണ് ഈ പൊടി നല്ല, ഇതെന്താ ചെമ്മീനടി? ഇത് പൊടിച്ചെമ്മീൻ പോലെ കാണുന്നുണ്ടല്ലോ, എന്താണെന്നറിയില്ല. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ ഇവിടെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ എല്ലാവരും ഉപജീവനം കഴിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഒരു സെറ്റപ്പ്. എന്താ പറഞ്ഞത്, ഒരു പിസ്സ 30,000 നമ്മൾ കൊടുത്ത് വാങ്ങിക്കാം കേട്ടോ. നമ്മളവർക്ക് 1 ലക്ഷം രൂപ കൊടുത്തു, അതിൻ്റെ ബാക്കി ഒരു തരാം 30,000. ഓക്കെ, താങ്ക് യു. കണ്ടോ ഇതാണ് ഇവിടുത്തെ കറൻസി കണ്ടത്. ഇത് 20,000 രൂപയാണ്, ഇപ്പുറത്ത് 10,000 രൂപയാണ് നോട്ട്. കണ്ടോ അടിപൊളി. കണ്ടോ വേണ്ട മാംഗോ ദേ വാങ്ങിച്ചിട്ട് പോണേ. ഇവര് സ്റ്റാച്ചു പോലെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. കണ്ടോ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. കണ്ട ഇതാണ്ട് സെറ്റപ്പ്. ഇവര് സ്റ്റാച്ചു പോലെ നിൽക്കും. സ്റ്റാച്ചു അല്ലട്ടത്, ഇപ്പം നേരത്തെ കാണിച്ചില്ലേ. അടിപൊളി. കണ്ട അവർ അനങ്ങാണ്ടൊക്കെ കണ്ട. എന്തൊക്കെ പരിപാടികളാണല്ലേ. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ ഒരു സ്റ്റാച്ചു ഒക്കെ സെറ്റപ്പ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിരിക്കില്ലേ. ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു എൻജോയ്മെൻറ്റ്, ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്
നമ്മുടെ നാട്ടിലൊരു വലിയ അട്രാക്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കണ്ടോ കൊച്ചു കൊച്ചു കടകൾ കണ്ടോ, ഓരോ വ്യക്തികളും ഓരോ മനുഷ്യരും ഉപജീവനം കഴിക്കാണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഭേദമന്യേ കൊച്ചു കൊച്ചു കൂടുതൽ സ്ത്രീകളാണ് കാണുന്നത്. ഒരു കുഞ്ഞു കട, ഒരു ചെറിയ സെറ്റപ്പ് മാത്രം വെച്ചിട്ടാണ് അവർ കച്ചവടം ചെയ്യുന്നതെന്നുള്ളതാണ്. അവർക്ക് നല്ല തിരക്കുള്ള കച്ചവടം കിട്ടുന്നുണ്ട് ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വലിയൊരു റിസൾട്ട് എന്നുള്ളതാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന് വലിയ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഉണങ്ങി കഴിഞ്ഞ് കഴിക്കാൻ പറ്റില്ല, ഇത് കഴിച്ചു. അപ്പോൾ നമ്മൾ പിസ്സ ഒന്ന് കഴിച്ചു പോട്ടെ. അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല, എങ്ങനെ കടിക്കണം. പപ്പടം പോലെ ഇരിക്കണ്ട. എൻ്റെ ഉള്ളിലത്തെ സാധനം കൂടി കടിച്ചു നോക്ക്, ഇങ്ങനെ പിടിച്ച് കടിച്ചു നോക്ക്. കണ്ട ഒരു ചെറിയ ഒരു കുട്ടിയായിട്ടൊരു ലേഡി വന്നിരിക്കുന്നുണ്ട്. അവരും ചെറിയ കച്ചവടം ചെയ്യുന്നത് കണ്ട, ചെറിയ സാധനങ്ങളായിട്ട് കണ്ട. ഒന്ന് ആലോചിച്ച് വളരെ ലളിതമായിട്ട് അവരും ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി ചെറിയ പരിപാടികൾ ചെയ്യുന്നുണ്ട. ചെറിയ വിഷറി ഉണ്ട്, അതുപോലെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ അവരെ കൊച്ചു മോളുണ്ട്, അവരൊരുമിച്ചിട്ടാണ് കച്ചവടം ചെയ്യാൻ പറ്റുന്നത്. കണ്ട ഇസുവിന് മേത്ത് കൊടുക്കണോ? എന്താ ഇസുമായിട്ട് കളിക്കാൻ വേണ്ടി വന്നു. ഹായ്. Đầu mình không đẹp. Xin qua chút. Bên kia. പെൺകുട്ടിയുടെ ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ ഇവിടെ, നല്ല ഡാൻസ് ആയിരുന്നു. പാരൻസ് മക്കളെയും കൊണ്ട് ഒരു എൻജോയ് ചെയ്യാൻ. എൻ്റെ മൂന്നാളെ നോക്കി അത് വേറെ. കേട്ടോ How much is this? 120,000. അങ്ങനെ ഞങ്ങൾ 80,000 രൂപ കൊടുത്തിട്ട് ഇസുവിന് ടോയ് വാങ്ങിച്ചു. 1 സെക്കൻഡ് നന്ദ ചോദിക്കി. താങ്ക് യു. നന്ദ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ചോദിക്കി വേറെ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന്.
അതെങ്ങനെ വെക്കണമെന്ന് അറിഞ്ഞില്ലെങ്കിലോ അവിടെ ചെന്നിട്ട് കണ്ടോ ഈശ്വരൻ്റെ സന്തോഷം കണ്ടോ. അവർ 1,00,000 രൂപ പറഞ്ഞു, നമ്മൾ 80,000 പേശി പറഞ്ഞു, അങ്ങനെ 80,000 രൂപയ്ക്ക് വാങ്ങിച്ചു. ഇവിടെ അങ്ങനെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡും കണ്ട ചെറുകിട കച്ചവടങ്ങളും ഒക്കെ ആയിട്ട് തിങ്ങി നിറഞ്ഞ ഒരു സ്ട്രീറ്റാണ് കേട്ടോ. വൈകുന്നേരങ്ങളായി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇവിടെ ഒത്തുകൂടി സന്തോഷിക്കുകയും പലതരം കളികളിൽ ഏർപ്പെടുകയും ഇതുപോലെ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച് പലതരം ഫ്രൂട്ട്സ് ഉണ്ട്, പേരയ്ക്ക തുടങ്ങിയിട്ടുള്ള പല പഴങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ സ്ട്രീറ്റിലൂടെ പതുക്കെ നടന്നു. അപ്പോൾ ഈ നമ്മൾ കാണുന്നത് വെച്ചാൽ ഈ ഫുട്പാത്തിലാണ് മുഴുവനും ഈ കച്ചവടങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് സൈഡിൽ ചെറിയ ചെറിയ സ്റ്റൂളുകൾ പോലെ ഇട്ടിട്ടാണ് അവിടെ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലാവരും ഈ ഭക്ഷണം ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വൈകുന്നേരങ്ങളിൽ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഇതാണ്. എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഇവിടെ എൻജോയ് ചെയ്യുന്നു. അവർ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ ആസ്വദിക്കുന്നു, സ്ട്രീറ്റ് ഫുഡ് ആസ്വദിക്കുന്നു. എല്ലാ തരത്തിലും മറ്റ് ജോലികളിൽ നിന്നെല്ലാം അവർ വിട്ടുനിന്നുകൊണ്ട് വളരെ സന്തോഷകരമായിട്ട് ആസ്വാദ്യകരമായിട്ട് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ ആസ്വദിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ്, മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇസുവിന് ഈ ടോയ് കിട്ടിയതോടുകൂടി അവൾ വളരെ സന്തോഷവതിയായിരുന്നുള്ളതാണ്, വളരെ ഹാപ്പി ആയിരുന്നുള്ളത്. കാരണം കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് വലിയ ഒരു സന്തോഷമാണല്ലോ. ഇവിടെ കണ്ട കുട്ടികളൊക്കെ ആർത്തുല്ലസിച്ച് കയറി കളിക്കുകയാണ്. ഇപ്പോൾ ഇസുവിന് കളിക്കുന്ന ടോയ് ഒരു വ്യത്യസ്തമായിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ബബിൾസ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ടോയ്സൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ ചില ടൂൾസൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടോയാണ്. ഇതിനകത്തുനിന്ന് ഒരു ലേസർ ലൈറ്റ് പോലെ പുറത്തേക്ക് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ ഇസുവിന് ചുറ്റും കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇസുവിന് ചുറ്റും കൂടി അവരും കളിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പോലെ കുട്ടികളൊന്നും കളിപ്പാട്ടം തട്ടിപ്പറിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്കത് തോന്നിപ്പോവും. പലരും ഇസു ഇങ്ങനെ ടോയ് വെച്ച് കളിക്കുന്നത് കണ്ടിട്ട് തൊട്ടടുത്ത് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും കാണാം. കണ്ട കുട്ടികളൊക്കെ ഇസുവിൻ്റെ ചുറ്റും കൂടി നിന്നിട്ട് ഈ ബബിൾസ് എന്നെ തട്ടി കളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. നല്ല രസമാണ് ഇവിടെ വന്നിട്ട് സമയം പോകുന്നതേ അറിയില്ല. കണ്ട എല്ലാവരും ഇങ്ങനെ പോകുന്നതാണ്. ഒരു ലേഡി ഇസുവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഒരു ലേഡി ഒന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇസുവിനെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇസുവിൻ്റെ കണ്ണെഴുതിയും പുരി എഴുതിയിരിക്കുന്നതൊക്കെ വിയറ്റ്നാമീസിന് കണ്ട് വളരെ ക്യൂരിയോസിറ്റിയാണ്. എല്ലാവരും വന്ന് എടുത്തുകൊണ്ട് പോകുന്ന അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടായി. വളരെ ക്യൂട്ടായിട്ട് എല്ലാവരും കണ്ട് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിച്ചു. കണ്ട ഇവര് ഇസുവിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. ഇസുവിന് നാണം വന്നു, ചമ്മൽ വന്നു, എന്താ അങ്ങനെ എന്തായാലും സന്തോഷമായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ നടന്ന് കുറച്ച് വഴിയൊക്കെ തെറ്റി അവസാനം ഞങ്ങൾ നമ്മുടെ എന്താണ് ഗ്രാബ് വിളിച്ച് വന്നു. അപ്പോഴേക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. കണ്ടോ ഇത് മുഴുവൻ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു തെരുവാണ്. കണ്ടോ ആളിലൊക്കെ ഇരുന്ന് കഴിക്കാനുണ്ടോ റോഡിലൊക്കെ. ഇവിടെയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഒന്നും അറിയില്ല. അവസാനം നമ്മൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചു. ഒരു വെജ് ഫ്രൈഡ് റൈസ്, പിന്നെന്താ പറഞ്ഞത് നമ്മൾ നൂഡിൽസ് അങ്ങനത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരും നമുക്കിത് കപ്പലിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അവർ. പിന്നെ നമ്മൾ ചോപ്പിംഗ് സ്റ്റിക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇതെന്താണ് നമ്മുടെ സോസ് അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. ഇതാണ് ഇവിടുത്തെ വെജ് നൂഡിൽസ് കേട്ടോ, അടിപൊളി.
ഇനി നമ്മളെന്താ പറഞ്ഞാൽ ഫ്രൈഡ് റൈസോ? ഒന്നും പറഞ്ഞില്ല, ഇത് മാത്രം പറഞ്ഞോളൂ. ഫ്രഞ്ച് ഫ്രൈസ് ആ ഫ്രഞ്ച് ഫ്രൈസ്. ഞാനിതിന് കഴിക്കാൻ പോയിട്ടോ. നൂഡിൽസ് കുഴപ്പമില്ല. ഈ ഫിഷ് ഓയിൽ യൂസ് ചെയ്താണ്. മോന് കഴിക്കാൻ പറ്റുമോ? മോനെ മോൻ വലുതാവട്ടെ. മിടുക്കി, അടിപൊളി. കൊച്ചു ചോപ്പിംഗ് സ്റ്റിക്കൊക്കെ വെച്ച് കഴിക്കണ്ട. കഴിച്ചോട്ടാ. അടിപൊളി അടിപൊളി അടിപൊളി. ഇതാണ് ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ് കേട്ടോ. വലിയ പീസാണ്. ഉരുളക്കിഴങ്ങ് 4 പീസൊക്കെ ഇട്ടിട്ടേക്കണത്. അങ്ങനെ ഞങ്ങൾ അല്പം ഇതൊക്കെ കഴിക്കാനായിട്ട് വെച്ചിട്ട് കഴിക്കാൻ പറ്റില്ല. ടേസ്റ്റ് അവിടെ ശരിയായില്ല. കുറച്ച് കഴിച്ചു, ഞങ്ങൾ എഴുന്നേറ്റു. അപ്പോൾ ജ്യൂസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പോയപ്പോൾ സമയം 10:45 രാത്രി. ഇവിടെയൊക്കെ സ്ട്രീറ്റ് ഫുഡായിട്ട് ഇരുന്ന ആളിൽ കഴിക്കാനുണ്ടോ? റോഡ് സൈഡ് ഫുട്പാത്ത് മുഴുവൻ കയ്യേറി അവിടെ സ്റ്റൂളിട്ട് ഇന്ന് കഴിക്കുകയാണ് സ്വസ്ഥമായിട്ട്. ഒരു വിഷയമില്ല കേട്ടോ.